A 2-meter long rod of radius 1 centimeter, which is fixed from one end, is given a force of 8 Newton. The longitudinal strain developed will be dash. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ ആൻഡ് റേഡിയസ് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻⁻² മീറ്റർ. ഫോഴ്സ് തന്നിട്ടുണ്ട് F ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ. നമുക്കിവിടെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഈ യൂണിറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാതെ യങ്സ് മോഡുലസ് ആണെന്ന്. Y ഈസ് ഈക്വൽ ടു 2.5 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇതിൽ നിന്ന് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ സ്ട്രെയിൻ ഇപ്പുറത്തോട്ട് പോയി യങ്സ് മോഡുലസ് താഴെ വന്നാൽ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ എന്ന് വരും. അപ്പോൾ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷനാണ് F/A, ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമുക്കിവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 8 ന്യൂട്ടൺ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പകരം ക്രോസ് സെക്ഷൻ അല്ല, അപ്പോൾ നമുക്ക് πr² എന്നെടുക്കാം. 8/π × r. ഇവിടെ 1 × 10⁻² ആണ്. അപ്പോൾ നമുക്ക് 1 × 10⁻² ദ ഹോൾ സ്ക്വയർ എന്നെടുക്കാം. 8/π × 10⁻² ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10⁻⁴. അപ്പോൾ നമുക്കിവിടെ കിട്ടും 8/π × 10⁻². ഈ 10⁻⁴ മുകളിൽ പോകുമ്പോൾ 10⁴ ആവും. അപ്പോൾ ഇത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് സ്ട്രെസ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. ദെയർഫോർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ്സ് നമുക്ക് കിട്ടി 8/π × 10⁻⁴ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.5 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 2.5 × 10⁻11 ഇതിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 8 × 10⁻⁴. ഈ 10⁻11 മുകളിൽ വരുമ്പോൾ 10⁻⁻11 വരും. ഈ പൈ നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതാം. അപ്പോൾ π × 2.5 എന്ന് കിട്ടും. നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കാം 3.14. അപ്പോൾ നമുക്ക് 3.14 × 2.5 ആണ് ചെയ്യേണ്ടത്. നമുക്ക് പോയിൻ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ വരും നമുക്ക് ആൻസർ. അപ്പം നമുക്കിവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഡോട്ട് കഴിഞ്ഞിട്ട്? 1 2 3. അപ്പം നമുക്ക് 3 ഡിജിറ്റ്സിന് കഴിഞ്ഞിട്ട് ഡോട്ട് ഇടാം. അപ്പോൾ 8/7.850 × 10⁻⁴ × 10⁻⁻11 a⁻m × a⁻n ഈസ് ഈക്വൽ ടു a⁻m + n ഫോർമുല വെച്ചിട്ട് a⁻4-11. അപ്പോൾ നമുക്ക് a⁻7 കിട്ടും. ഇവിടെ 10⁻⁻7 കിട്ടും. 10⁻⁻7 ഇതിനെ നമുക്കൊരു അപ്രോക്സിമേറ്റ് 8/8 എന്ന് എടുത്താൽ 1 പോയിൻറ്റ് സംതിങ് വരും. 1.018 × 10⁻⁻7. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.